ഇന്നൊരു സാധാരണ ദിവസമല്ല, അസാധാരണമായ ദിവസമാണ്. കളിക്കളത്തിലെ ദൈവമായ അല്ലെങ്കിൽ അത്ഭുത പ്രതിഭാസമെന്ന് ലോകമാകെ വിശേഷിപ്പിക്കുന്ന അർജന്റീനയുടെ അല്ല, ലോകത്തിന്റെ ലയണൽ മെസ്സിയുടെ പിറന്നാളാണിന്ന്. ഈ ജന്മദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം കാത്തിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടങ്ങൾക്കിടയിലാണ് മെസ്സി തന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. മെസ്സിക്ക് ഏറ്റവും അനുയോജ്യമായ വേദി ലോകകപ്പ് തന്നെയാണെന്ന് അടിവരയിടുന്ന പ്രകടനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൈതാനത്ത് നമ്മൾ കണ്ടത്. ഫുട്ബോൾ ചരിത്രത്തിൽ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയാണ് മെസ്സി ഇത്തവണ അർജന്റീനയെ നയിക്കുന്നത്. 2006, 2010, 2004, 2018, 2022, ഇപ്പോൾ 2026 എന്നിങ്ങനെ 6 ലോകകപ്പുകളിലെ പങ്കാളിത്തം ഏതൊരു ഫുട്ബോൾ ആരാധകനെയും അമ്പരപ്പിക്കുന്നതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഓസ്ട്രിയക്കെതിരെ നടന്ന മത്സരത്തിൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതി. 39ാം വയസ്സിലേക്കാണ് മെസ്സി കടക്കുന്നത്. തന്റെ 39ാം വയസ്സിലും വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കാതെ മെസ്സി കാൽപന്ത് കളിയിൽ മാന്ത്രികത നിറയ്ക്കുകയാണ്. അർജന്റീന ജേഴ്സിയിലെ തന്റെ 200ാം അന്താരാഷ്ട്ര മത്സരത്തിൽ അൾജീരിയക്കെതിരെ തകർപ്പൻ ഹാട്രിക് നേടിക്കൊണ്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തവണ കിരീട പ്രതിരോധം ആരംഭിക്കുന്നത്. മത്സരത്തിന്റെ 17, 60, 76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. ലോകകപ്പ് കരിയറിലെ മെസ്സിയുടെ ആദ്യ ഹാട്രിക് കൂടിയായിരുന്നു ഇത്. ഓരോ വലിയ വിജയകഥയ്ക്കും ഒരു തുടക്കമുണ്ട്. 2006 ജർമ്മനിയിൽ നടന്ന ലോകകപ്പിൽ സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോയ്ക്ക് എതിരെയായിരുന്നു ലോകകപ്പിൽ മെസ്സിയുടെ ആദ്യ ഗോൾ പിറന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം മത്സരത്തിൽ പകരക്കാരനായി 75ാം മിനിറ്റിലാണ് മെസ്സി എന്ന് കളത്തിലിറങ്ങുന്നത്. അപ്പോഴേക്കും അർജന്റീന 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. മൈതാനത്തിറങ്ങി വെറും 3 മിനിറ്റിനുള്ളിൽ ഹെർനാൻ ക്രെസ്പോയ്ക്ക് ഗോൾ അടിക്കാൻ മെസ്സി അസിസ്റ്റ് നൽകി. തുടർന്ന് 88ാം മിനിറ്റിൽ കാർലോസ് ടെവസിന്റെ പാസ് സ്വീകരിച്ച ഗോൾ കീപ്പറെ കീഴടക്കി മെസ്സി ഗോൾ പട്ടിക തികച്ചു. അന്ന് 6-0 അർജന്റീന ജയിച്ചു കയറിയത്. തുടർന്ന് 2004 ലോകകപ്പിൽ മെസ്സി അർജന്റീനയെ ഒറ്റയ്ക്ക് ഫൈനലിലേക്ക് നയിച്ചു. 7 മത്സരങ്ങളിൽ നിന്നും 4 ഗോളുകളും 1 അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. നൈജീരിയക്കെതിരായ ആവേശകരമായ മത്സരത്തിൽ നേടിയ ഇരട്ട ഗോളുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഫൈനലിൽ ജർമ്മനിയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തൊട്ടത് മെസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയ കണ്ണീർ ചിത്രമായി മാറിയത് പിന്നീട് നമ്മൾ കണ്ടു. ആ ലോകകപ്പിൽ ഇറാനെതിരായ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ മെസ്സി ബോക്സിന് പുറത്തുനിന്നും തൊടുത്ത ഇടംകാലൻ ഷോട്ട് ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട്. സമാനമായി 2018 നൈജീരിയക്കെതിരായ നിർണായക മത്സരത്തിൽ എവോ ബനേഗ നൽകിയ ലോങ് പാസ് അവിശ്വസനീയമായ ഫസ്റ്റ് ടച്ചിലൂടെ നിയന്ത്രണത്തിലാക്കി മെസ്സി നേടിയ ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്നാണ്. 2022 നെതർലൻഡ്സിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം കേവലം ഒരു ഫുട്ബോൾ മത്സരമായിരുന്നില്ല, അതൊരു യുദ്ധമായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ലൗറ്റാരോ മാർട്ടിനസ് വിജയ ഗോൾ നേടിയതിനു ശേഷം ഡച്ച് കളിക്കാരെ നോക്കി അർജന്റീന താരങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി. മത്സരശേഷം ഡച്ച് പരിശീലകൻ ലൂയി വാൻ ഗാലിയോട് മെസ്സി കയർത്തു സംസാരിച്ചു. അതിനുശേഷം നടന്ന അഭിമുഖത്തിനിടയിൽ ലോകമെമ്പാടും ട്രെൻഡായ വാചകം മെസ്സി പറഞ്ഞു. തനിക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ച വാച്ച് വേഗേഴ്സിനോട് നീ എന്താണ് നോക്കുന്നത് വിഡ്ഢി, അങ്ങോട്ട് മാറിപ്പോകൂ എന്ന് മെസ്സി പറഞ്ഞത് ഫുട്ബോൾ ചരിത്രത്തിലെ പ്രശസ്തമായ ഒരു ഓർമ്മപ്പെടുത്തലായി. കരിയറിലെ വലിയ കാത്തിരിപ്പുകൾക്കൊടുവിൽ 2022 മെസ്സി ലോകകപ്പ് കിരീടം ഉയർത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകർ ആനന്ദക്കണ്ണീരൊഴുക്കി. ആ സ്വപ്ന നേട്ടത്തിന് ശേഷം മെസ്സി തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ല. 2026 ലോകകപ്പിൽ ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡാണ് മെസ്സി തകർത്തത്. ലോകകപ്പിൽ 13 ഗോളുകളുമായി എത്തിയ മെസ്സി ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ 2 ഗോളുകൾ കൂടി നേടി ആകെ ഗോളുകളുടെ എണ്ണം 18 ഉയർത്തി ചരിത്രത്തിൽ ഒന്നാമനായി. തന്റെ കരിയറിലെ അവസാനത്തെ ലോകകപ്പിന് ദ ലാസ്റ്റ് ഡാൻസ് ആണ് മെസ്സി ഇപ്പോൾ കളിക്കുന്നത്. എന്തായാലും പ്രിയപ്പെട്ട മെസ്സിക്ക്, മിശിഹായിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ് ലോകം.